ജ്യോതിഷ് കുമാറിലേക്ക്. ശ്രീ ജ്യോതിഷ് കുമാർ, ഈ ഉത്സവ കമ്മിറ്റിയും ക്ഷേത്രം ഭാരവാഹികളും ഒക്കെ പറയുന്നത് അവിടെ ഉത്സവം നടന്നത്, ആന എഴുന്നള്ളിപ്പ് അടക്കം നടത്തിയത് കൃത്യമായ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ടാണ് എന്നാണ്. പക്ഷേ ഇപ്പോഴിതാ പ്രാഥമികമായ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചട്ടങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്ന കണ്ടെത്തലിലേക്കാണ് എത്തുന്നത്. അപ്പോൾ ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഈ ആഘോഷ കമ്മിറ്റിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. ഈ ശ്രീ മണക്കുളങ്ങര ഭഗവതി ക്ഷേത്ര മഹോത്സവം എന്ന് പറയുന്നത് വടക്കൻ മലബാറിലെ ഏറ്റവും പ്രസിദ്ധമായൊരു ക്ഷേത്രോത്സവമാണ്. അത് ഒട്ടേറെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും ഒട്ടേറെ ഐതിഹ്യങ്ങൾ പെരുമയുമുള്ള ഒരു ക്ഷേത്രമാണ് മണക്കുളങ്ങര ഭഗവതി ക്ഷേത്ര മഹോത്സവം എന്ന് പറയുന്നത്. അതൊരു നാടിന്റെ ദേശീയ ഉത്സവമായിട്ടാണ് നടത്തപ്പെടുന്നത്. നാനാജാതി മതസ്ഥര്, ഒരുപക്ഷെ ഗൾഫ് നാടുകളിലുള്ള അല്ലെങ്കിൽ സ്റ്റേറ്റ്സ്, അമേരിക്ക, യൂറോപ്പ് തുടങ്ങിയുള്ള നാടുകളിലേക്ക് പോയവരൊക്കെ അന്നാണ് നാട്ടുമ്പുറത്ത് എത്തിച്ചേരുന്നത്. അങ്ങനെ നാടിന്റെ ഒരു സാംസ്കാരിക പൊലിമ എല്ലാം വിളിച്ചോതുന്ന അതിസമ്പന്നമായ ഒരു നല്ലൊരു ഉത്സവമാണ് നടക്കുന്നത്. ഇവിടെ ഈ അടുത്തായിട്ട് വന്ന ഹൈക്കോടതിയുടെ ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട്. അത് മാത്രമല്ല, നമ്മൾ ഈ വർത്തമാന കാലത്തിൽ കണ്ടിട്ടുള്ള ഒരുപാട് അപകടങ്ങളുണ്ട്. ആനയുമായി ബന്ധപ്പെട്ട ഒരുപാട് അപകടങ്ങൾ, ജീവൻ പൊലിഞ്ഞതൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ മുൻകരുതലുകൾ എടുത്തുകൊണ്ട് തന്നെയായിരുന്നു നമ്മൾ ഈ ക്ഷേത്രോത്സവം നടത്തിയിട്ടുള്ളത്. അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്തായിരുന്നു? നമ്മൾ ആദ്യം തന്നെ ഈ മൈക്ക് പെർമിഷൻ, നമുക്കറിയാം SP ഓഫീസിൽ പോയിട്ടാണ് നമ്മൾ മൈക്ക് പെർമിഷൻ എടുത്തത്. നമ്മൾ ആദ്യം തന്നെ ഈ KSCBയെ വിവരം അറിയിച്ചു, ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു, എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനെ വിവരം അറിയിച്ചു, പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ വിവരം അറിയിച്ചു. അതിനുശേഷം നാട്ടാന പരിപാലന ചട്ടം പ്രകാരമുള്ള സർട്ടിഫിക്കറ്റ് നമ്മൾ ഫോറസ്റ്റ് ഓഫീസുമായി, കോഴിക്കോട് ഫോറസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ടു അതുമായി മുന്നോട്ട് പോയി. പിന്നെ അത് മാത്രമല്ല, ഏറ്റവും നല്ല രീതിയിൽ ആനയെ പരിപാലിക്കുന്ന, ആനയെ സർട്ടിഫൈ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഗുരുവായൂർ ദേവസ്വം എന്ന് പറയുന്നത്. ഒരുപക്ഷെ നാട്ടുംപുറത്തുള്ള പ്രൈവറ്റ് ആന ഉടമകളിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും കൃത്യമായ ഒരു എവിഡൻസും സർട്ടിഫിക്കറ്റും നമുക്ക് ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പ്രാവശ്യം ഗുരുവായൂർ ദേവസ്വത്തിലെ ആന മതി എന്ന് തീരുമാനമെടുത്തത്. അതിന്റെ ഭാഗമായിട്ട് ഗുരുവായൂർ ദേവസ്വമായിട്ട് ബന്ധപ്പെടുകയും അതിന്റെ സർട്ടിഫിക്കറ്റുള്ള ആനയെ, അതായത് ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് കിട്ടിയ ആനയെ തന്നെ നമ്മൾ എന്ത് ചെയ്തു? ബുക്ക് ചെയ്തു. അതാണ് ഗോകുലൻ എന്ന് പറയുന്നത്, പീതാംബരൻ എന്ന് പറയുന്ന ആനയെ, നല്ല തലയെടുപ്പുള്ള ആനയെ തന്നെയാണ് നമ്മൾ ബുക്ക് ചെയ്തത്. അത് കൃത്യമായിട്ട് ആന 12-ാം തീയതിയാണ് നമുക്കിവിടെ ആന എത്തേണ്ടത്. 12-ാം തീയതി പുലർച്ചെ തന്നെ ആന ഇവിടെ എത്തിയിരിക്കുന്നു. കൃത്യമായി നമ്മൾ പാപ്പാന്മാരോട് കൃത്യമായി സംസാരിച്ചപ്പോൾ അവരുടെ കയ്യിലെ ഈ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ആനയ്ക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് അവർ പറയുന്നു. അത് ദേവസ്വത്തിന്റെ ബോർഡിലാണല്ലോ ഉള്ളത്. അത് കയ്യിലുണ്ട് എന്ന് പറഞ്ഞു. നമ്മൾ ആദ്യം ആനയെ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഈ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തി. അതിനുശേഷം 12-ാം തീയതിയാണ് ആദ്യമായി ശ്രീഭൂതബലിക്ക് എഴുന്നള്ളത്ത് രാവിലെ തുടങ്ങുന്നത്. കൃത്യമായി 2 ആനയെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഉത്സവ പരിപാടി ആദ്യം നടത്തിയത്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത്, ഈ ക്ഷേത്രത്തിൽ 6 ആനയെ വരെ എഴുന്നള്ളിച്ച് ഉത്സവം നടത്തുന്ന ഒരു ക്ഷേത്രമായിരുന്നു. പിന്നീടാണ് ഞങ്ങൾ അത് 4 ആനയിലേക്ക് ചുരുക്കി കൊണ്ടുവന്നു. പിന്നീടാണ് വീണ്ടും ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരവും, ഞങ്ങളും ഈ മനുഷ്യജീവന് അങ്ങേയറ്റം വില കൊടുക്കുന്ന ആളുകളാണ്, ഉത്തരവാദപ്പെട്ട ആളുകളാണ്, ഈ പൊതുസമൂഹത്തോടെ അങ്ങേയറ്റം കമ്മിറ്റ്മെന്റ് ഉള്ള ആളുകളാണ് ഞങ്ങളൊരു പൊതുപ്രവർത്തകരാണ്. ഈ ബോധമൊക്കെ ഉള്ളത് കൊണ്ട് പിന്നീട് ഞങ്ങൾ തീരുമാനിച്ചു, വേണ്ട, നമുക്ക് 2 ആനയിലേക്ക് ഒതുങ്ങാമെന്ന് തീരുമാനിച്ചു. 2 ആനയ്ക്ക് ഒതുക്കുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ അവിടെ വന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പൊ അന്വേഷണാത്മക പത്രപ്രവർത്തനമാണല്ലോ നടക്കേണ്ടത്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാവും, ഓരോ ആനയ്ക്കും ഡിസ്റ്റൻസ് ശരിക്കും 4-5 മീറ്റർ അപ്പുറത്ത് നമുക്ക് ഈ 2 ആനയെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എഴുന്നള്ളത്തെ തന്നെ നടത്താൻ കഴിയും. അങ്ങനെ ഈ 2 ആനയെ വെച്ചുകൊണ്ട് പിന്നെ നമ്മൾ കൃത്യമായിട്ട് പാപ്പാന്മാരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കൃത്യമായി ആനയെ ശ്രദ്ധിക്കണം, ആനയ്ക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഞങ്ങളെക്കാളും കൂടുതൽ നിങ്ങൾക്കാണ് അറിയുക, ഇടത്തങ്ങൾ നിർബന്ധമായിട്ടും ഇട്ടിരിക്കണം. ശ്രീ ജ്യോതിഷ് കുമാർ, ഞാനൊന്ന് ഇടപെടുന്നത്, താങ്കൾ ഇടയ്ക്ക് സൂചിപ്പിച്ചു എഴുന്നള്ളിച്ചിരുന്ന ക്ഷേത്രമാണിത് എന്ന്. ഈ 6 ആന വേണ്ട എന്ന് തീരുമാനിക്കുമ്പോൾ ഇതിനു മുമ്പ് ഇത്തരത്തിൽ എന്തെങ്കിലും അപകടങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നതാണ് എൻ്റെ ഒരു സംശയം. രണ്ടാമത്തെ സംശയം എന്നത്, താങ്കൾ ഈ സൂചിപ്പിക്കുന്നത് പോലെ ആനകളുടെ അകലം പാലിച്ചില്ല എന്നുള്ളതല്ല പ്രാഥമികമായി പറയുന്നത്, മറിച്ച് ഇടച്ചങ്ങല ഉപയോഗിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ വെടിക്കെട്ട് നടന്ന സമയത്ത്, വെടിക്കെട്ട് അല്ലെങ്കിൽ ആ വെടിക്കെട്ടായി നടത്തിയതാവണമെന്നില്ല, ചിലപ്പോൾ ദീപാരാധനയുടെ സമയത്ത് ആയിരിക്കാം, അതെനിക്ക് കൃത്യമായി അറിയില്ല. എന്ത് തന്നെയായാലും ഇത്തരം കാര്യങ്ങളിൽ ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. 2 ചോദ്യങ്ങളാണ് നിങ്ങൾ ചോദിച്ചത്. അതിലൊരു ചോദ്യം ചോദിച്ചത് മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? 12 വർഷങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് 12 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു ആന വിരണ്ടിട്ടുണ്ട്. അത് രാത്രിയായിരുന്നു. അത് ഒരു 12 മണിക്ക് രാത്രി തുടങ്ങുന്ന വിളക്കിന് എഴുന്നള്ളത്തിന്, തിടമ്പ് വെച്ചുള്ള വിളക്കിന് എഴുന്നള്ളത്തിനാണ് ഒരിക്കൽ ആന വരേണ്ടത്. അന്ന് ക്ഷേത്രത്തിൽ ആളുകൾ വളരെ കുറവായിരുന്നു. കാരണം 12 മണിക്കൊക്കെ ആളുകൾ കുറവായിരിക്കുമല്ലോ. ആ സമയത്ത് ആന വിരണ്ടു, ആന ഓടി,
തൊട്ടടുത്തുള്ള ഒരു വീടിലേക്ക് നിങ്ങൾ ഈ അടുത്ത് ഇപ്പം ഇന്നലെയൊക്കെ ഞാൻ അതും ആ ന്യൂസ് കൂടി വന്നത് കണ്ടിട്ടുണ്ട്. ആ വീടുകളിലേക്ക് ആന പോവുകയും ആ വീടിന് അങ്ങേയറ്റം അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ആ 4ഓളം മയക്കുപിടി വെച്ചിട്ടാണ് നമ്മൾ ആനയെ തളയ്ക്കാൻ കഴിഞ്ഞത്. അന്ന് ഉത്സവം നമ്മൾ ആനയെ മൊത്തം മാറ്റിക്കൊണ്ട് അത് കാരണം പിന്നെ ഇടഞ്ഞ ആനയെ തളയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന കാരണത്താൽ പിറ്റേന്ന് നടക്കുന്ന താലപ്പൊലി മഹോത്സവത്തിന് ഞങ്ങൾ ആനയെ തന്നെ വേണ്ടെന്ന് വെച്ചു. ഒരു പ്രയാസവും ഉണ്ടായിട്ടില്ല. എന്നിട്ട് മറ്റുള്ള ആനകളെയൊക്കെ നമ്മൾ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റുകയും ശേഷം ആനയില്ലാതെ തന്നെ ഉത്സവം നടത്തുകയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ആനയെ തളച്ചതിന് ശേഷം മാത്രമാണ് അന്നത്തെ ദിവസം നമ്മൾ ശ്രീഭൂതബലിക്ക് ആന എഴുന്നള്ളിപ്പ് മാറ്റിവെച്ചു. പിന്നെ രാത്രിക്കത്തെ ഉണ്ടായിരുന്ന താലപ്പൊലി മഹോത്സവം അന്ന് നമ്മളെ ആന എഴുന്നള്ളിക്കാണ് അന്ന് ചെയ്തത്. പിന്നീട് ഒരു 12 വർഷങ്ങൾക്ക് ശേഷമാണ് അന്ന് മുതൽ നമ്മൾ അങ്ങേയറ്റം ചട്ടങ്ങൾ അങ്ങേയറ്റം പാലിക്കാറുണ്ട്. അതിനുശേഷം ഈ പ്രാവശ്യം ഇപ്പൊ നിങ്ങൾ ചോദിച്ചല്ലോ പിന്നെ ഈ പ്രാവശ്യം ഇടച്ചങ്ങനെ ഇട്ടിട്ടുണ്ടോ എന്ന്. ഇടച്ചങ്ങനെ ഇടാൻ വേണ്ടിയും കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ആനച്ചട്ടങ്ങളൊക്കെ പാലിക്കണമെന്ന് ഞങ്ങൾ പാപ്പാന്മാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് അതല്ലേ അറിയുള്ളൂ. ഇടച്ചങ്ങനെ ഇടാൻ ഞങ്ങൾക്ക് പറ്റുമോ? ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ട് ഇടച്ചങ്ങനെ ഇട്ടു എന്ന് തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതിന്റെ ഒരു വീഡിയോ ഞങ്ങൾ ഒന്നും കൂടി പരിശോധിക്കുന്നുണ്ട്. ഇടച്ചങ്ങനെ ഇടാൻ വേണ്ടി ഞങ്ങൾ ഒന്നാം പാപ്പാനോടും മറ്റു പാപ്പാന്മാരോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വെടിക്കെട്ടിന്റെ ഒരു കാര്യമാണ്. വെടിക്കെട്ട് നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയാം. ഈ മണക്കുളങ്ങര ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തുള്ള 1.5 ഏക്കർ വിശാലമായിട്ടുള്ള മൈതാനിയുണ്ട്. ആ മൈതാനിയിൽ വെച്ചിട്ടാണ് ക്ഷേത്ര ആചാരപ്രകാരമുള്ള വെടിക്കെട്ട് നടക്കാറ്. അത് ഈ വെടിക്കെട്ട് കാണാൻ വേണ്ടി തന്നെ ഈ കൊയിലാണ്ടി താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്താറുണ്ട്. 2 ദിവസവും ഞങ്ങൾ വെടിക്കെട്ട് നടത്തിയിട്ടില്ല. നടത്താത്തത് എന്താണെന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത മുമ്പ് അതായത് 12-ാം തീയതി ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇവിടെ അങ്ങേയറ്റം ക്ഷേത്രോത്സവം നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടി ഇടപെടുന്ന എടുപ്പിനെടുത്ത് വിശ്വൻ എന്ന് പറയുന്ന ഒരു ഭക്തൻ അദ്ദേഹം പെട്ടെന്ന് ഒരു ഹൃദയാഘാതം മൂലം വീഴുകയും അദ്ദേഹം പിന്നെ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴത്തേക്ക് മരണപ്പെടുകയും ചെയ്തപ്പോൾ അതിനുള്ള ദുഃഖസൂചകമായി ഞങ്ങൾ 12-ാം തീയതിയുള്ള വെടിക്കെട്ട് വേണ്ട എന്ന് പറഞ്ഞ് വെടിക്കെട്ട് മാറ്റിവെച്ചു. അതിലൂടെ ഭക്തജനങ്ങളും നാട്ടുകാരും ഒക്കെ തന്നെ ആ ഒരു തീരുമാനത്തെ സ്വാഗതം ചെയ്തു. കാരണം ഒരു ആദര സൂചകമായി ഞങ്ങൾ ചെയ്തു, അതിനെ സ്വാഗതം ചെയ്തു. പിന്നീട് 13-ാം തീയതി അതായത് ഈ അനിഷ്ട സംഭവം ഉണ്ടായ ഇന്നലെയാണ് വെടിക്കെട്ട് ഉണ്ടായോ എന്ന് നിങ്ങൾ ചോദിക്കുന്നത്. അപ്പോഴും നിങ്ങൾക്ക് വന്ന് പരിശോധിക്കാൻ ഞാൻ പറഞ്ഞല്ലോ, മുനിസിപ്പാലിറ്റിയുടെ സ്റ്റേഡിയം ഗ്രൗണ്ട്, അത് ഈ മണക്കുളങ്ങര ക്ഷേത്രത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ക്ഷേത്രം ഗ്രൗണ്ടാണത്. ആ 1.5 ഏക്കർ വിശാലമായി അവിടെയാണ് ഞങ്ങൾ വെടിക്കെട്ടിന് വീണ്ടും ഞങ്ങൾ സജ്ജരായിരുന്നത്. പക്ഷേ ഈ വെടിക്കെട്ട് പൊട്ടിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ വാളകം കൂടി താലപ്പൊലി മഹോത്സവം കഴിഞ്ഞ് താലപ്പൊലി എത്തിക്കഴിഞ്ഞ് പാഞ്ചാരി മേളങ്ങളൊക്കെ കഴിഞ്ഞ് വാളകം കൂടുക എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. ദേവനെ വീണ്ടും അതിന്റെ സ്ഥാനത്തേക്ക് തന്നെ പത്മം വരച്ച അതിൽ തന്നെ ഉറപ്പിക്കുന്ന സമയത്ത് ശേഷമാണ് ആനകളെ കൃത്യമായിട്ട് അകലം പാലിപ്പിക്കും. ആനയെ ഞങ്ങൾ തളയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ആളൊഴിഞ്ഞ ഒരു പറമ്പുണ്ട്. ആ പറമ്പിലേക്ക് കൊണ്ട് ആനയെ തളച്ചതിന് ശേഷം മാത്രം വെടിക്കെട്ടിന് പൊട്ടിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇന്നലെ ഞങ്ങൾ ഈ അനിഷ്ട സംഭവം നടന്നുകൊണ്ട് വെടിക്കെട്ടിന് ഉപയോഗപ്പെടുത്തിയിട്ടില്ല. അപ്പൊ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എന്തില്ല, വെടിക്കെട്ട് നടന്നിട്ടില്ല. ക്ഷേത്രത്തിന്റെ അപ്പോൾ ഈ ആന ഇടയുന്ന സമയത്തുള്ള ദൃശ്യങ്ങളിൽ തന്നെ വെടിക്കെട്ട് അങ്ങനെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ വളരെ കൃത്യമായി. കൃത്യമായിട്ട് വെടിക്കെട്ടിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. നമുക്കൊരു മറയുമില്ലാതെ പറയാമല്ലോ. ഞങ്ങളുടെ ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന 2 ദേശീയ വരവുകളുണ്ട്. ഒന്ന് കൊണ്ടംവള്ളി ഭാഗത്തു നിന്ന് വരുന്ന ദേശീയ വരവാണ്. അത് കാണുന്നതിനൊക്കെ വേണ്ടി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വരികയാണ്. അങ്ങനെ തന്നെ അണയലക്കടവ് ഭാഗത്തു നിന്ന് വരുന്ന ദേശീയ വരവുണ്ട്. അത് കാണുന്നതിനും അതുപോലെയാണ്. മത്സരമാണത്. ആ ദേശീയ വരവ് മത്സരവും ഒരു നാടിന്റെ പൊലിമയും ഉയർത്തിക്കാട്ടുന്നതാണ്. ആ വരവ് ദേശീയ വരവ് വരുമ്പോൾ അതിന് ഓരോരോ കോർണർ ഉണ്ട്. ഓരോ കോർണറും അവിടെ ഞങ്ങൾ എത്തി എന്ന് വിളംബരം ചെയ്യുന്ന രീതിയിൽ മാലപ്പടക്കം പൊട്ടിക്കാറുണ്ട്. അതിൽ അമിട്ട് അല്ലെ കുഴിമിന്നി അങ്ങനെ വലിയ ഉഗ്രസ്ഫോടനങ്ങൾ ഉണ്ടാക്കുന്നത് കുറവാണ്. കാരണം നിങ്ങൾക്കത് കെട്ടിയ ആ 2 തെങ്ങിനോട് വലിച്ച് മാത്രം കെട്ടുന്ന ഒരു മാലപ്പടക്കമാണത്. മറ്റത് നിങ്ങൾക്കറിയാം, സാധാരണ ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി വെടിക്കെട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രെയിം തന്നെയാണ്. കവുങ്ങ് മുതലുള്ള മുള മുതലുള്ള അല്ലെങ്കിൽ ഇരുമ്പ് അതിനനുസരിച്ചുള്ളതാണ്. നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ വന്നാൽ കാണാം, ആ ഗ്രൗണ്ടിൽ കൃത്യമായിട്ട് അത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് 2 തെങ്ങിനോട് മാത്രം വലിച്ചു കെട്ടിക്കൊണ്ട് നടന്ന മാലപ്പടക്കത്തിന്റെ ശബ്ദം നിങ്ങൾക്ക് ഇപ്പോൾ ഈ കേൾക്കാൻ അറിയാം. നിങ്ങൾ ഇപ്പോൾ ഈ വെച്ച കേൾപ്പിച്ചു തന്ന ആ ശബ്ദത്തില് ആ മാലപ്പടക്കത്തിന്റെ ശബ്ദവും ആന ഇടയുന്നു എന്ന് ആൾക്കാർ വിളിച്ചു പറയുന്നതും കൂട്ടം നിലവിളിയും ഒക്കെ തന്നെ നമ്മളെ വല്ലാതെ അലോസരം ഉണ്ടാക്കുന്നുണ്ട്. കാരണം നമ്മൾ അതിന് ദൃക്സാക്ഷി അതാണ്. വല്ലാതെ വേദനയുണ്ട് അതിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് ആരാണ് എന്ന് പറഞ്ഞാൽ ഈ കാട്ടുവയൽ ഭാഗത്തുനിന്ന് വരുന്ന വരവ് വിളിച്ചറിയിക്കുകയാണ്, ഞങ്ങൾ ഇവിടെ എത്തി എന്നറിയിക്കുമ്പോഴാണ് ഒരു കോർണർ വെച്ച് ഈ പടക്കം പൊട്ടിക്കുന്നത്. അത് സത്യത്തിൽ ക്ഷേത്രവുമായിട്ട് ഞങ്ങൾക്ക് നേരിട്ട് അതുമായിട്ട് ബന്ധമില്ല. ക്ഷേത്രത്തിന്റെ ഭാഗമല്ല ആ വെടിക്കെട്ട് നടക്കുന്നത്. ഇത് ആഘോഷ വരവിന്റെ ഭാഗം ഓരോ ദേശത്തെ അറിയിക്കുകയാണ് ഞങ്ങൾ ഇന്ന കോർണർ എത്തി എന്നുള്ളത്. എന്നിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അവരെ അങ്ങനെ
ദേശക്കാരോട് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ദേശക്കാരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ സാധാരണ പൊട്ടിക്കാറുള്ള സ്ഥലമാണത്. സാധാരണഗതിയിൽ അവർക്ക് ഓരോ കോർണറുണ്ട്, ഓരോ പ്രദേശത്തെത്തിയ കോർണറുണ്ട്, അവിടെയാണ് അത് പൊട്ടിച്ചിട്ടുള്ളത്. അല്ല, അത് പൊട്ടിക്കുന്ന സമയത്ത് അത് ഈ ആനയുമായി, അതായത് നമുക്കറിയാമല്ലോ ഉത്സവ സമയങ്ങളിൽ ഇത്തരം നിർദ്ദേശങ്ങൾ, ആനയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ അതിന്റെ ആരോഗ്യസ്ഥിതി അതൊക്കെ താങ്കൾ പറഞ്ഞു കഴിഞ്ഞു, അത് ദേവസ്വത്തിന്റെ ആനയാണ് എന്നുള്ളത്. പക്ഷേ ഈ ഇത്തരം കാര്യങ്ങളിൽ, അതായത് ഈ പടക്കം ഉപയോഗിക്കുമ്പോൾ വെടിക്കെട്ട് സമയത്ത് ആനയെ മാറ്റി നിർത്തണം, ഇത്തരം കാര്യങ്ങൾ പാലിക്കപ്പെടേണ്ടതുണ്ടായിരുന്നല്ലോ. അത് പാലിക്കപ്പെട്ടില്ല എന്നല്ലേ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്? സാധാരണഗതിയിൽ നമ്മൾ ക്ഷേത്ര ഉത്സവത്തിന്റെ ഭാഗമായിട്ട്, ക്ഷേത്ര ചടങ്ങിന്റെ ഭാഗമായി പൊട്ടിക്കുന്ന ഒരു വെടിക്കെട്ടുണ്ടല്ലോ, ആ സമയത്താണ് നമ്മൾ ആനയെ സുരക്ഷിതമായ ഭാഗത്തേക്ക് മാറ്റുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ അത് ക്ഷേത്ര ഗ്രൗണ്ടിൽ, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചടങ്ങാണ്. അപ്പൊ നമ്മൾ ആനയെ പൂർണ്ണമായും തളച്ചിട്ടുണ്ട്. അത് താങ്കൾ പറഞ്ഞത് വ്യക്തമാണ്, അത് മനസ്സിലാകുന്നുണ്ട്. അതായത് ഈ ഉത്സവത്തിന്റെ ഭാഗമായി പ്രത്യേക വെടിക്കെട്ട്, ഒരുപാട് സമയം നീണ്ടു നിൽക്കുന്ന വെടിക്കെട്ടുകൾ എല്ലാ ക്ഷേത്രോത്സവങ്ങളിലുമുണ്ട്. എന്റെ സംശയം എന്നത്, സ്വാഭാവികമായും ഇത്തരത്തിലൊരു ദേശക്കാരെത്തുമ്പോൾ അങ്ങനെ പടക്കം പൊട്ടിക്കാറുണ്ട് എന്ന് താങ്കൾ തന്നെ പറയുന്നു. അപ്പോൾ അങ്ങനെ പടക്കം പൊട്ടിക്കുമ്പോൾ ഒരു ആനയുടെ, അല്ലെങ്കിൽ ഈ ആനകളുടെ പൊസിഷൻ എവിടെയാണ്, അതുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിൽ എവിടെ വരെ പടക്കം ഉപയോഗിക്കാം എന്നതൊക്കെ കൃത്യമായി അവർക്കും നിർദ്ദേശം നൽകേണ്ടതൊക്കെ ഈ ഉത്സവത്തിന്റെ തന്നെ സംഘാടകരായിട്ടുള്ളവരുടെ ഉത്തരവാദിത്തമല്ലേ ശ്രീ ജ്യോതിഷ്? ഉറപ്പായും ഉണ്ട്. നമ്മളെപ്പോഴും പറയാറുണ്ട്, ക്ഷേത്രത്തിന്റെ ആനയുമായി ബന്ധപ്പെട്ട് ഒരു 100 മീറ്റർ അകലത്തിൽ മാത്രമേ ഇത് പൊട്ടിക്കാവൂ എന്ന് നമ്മൾ പറയാറുണ്ട്. ഉഗ്രസ്ഫോടന ശേഷിയുള്ളത് പാടില്ല എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വരവുമായി ബന്ധപ്പെട്ട ആഘോഷ കമ്മിറ്റിക്കാർ കൃത്യമായി പാലിക്കാറുമുണ്ട്. ഇപ്പൊ വന്ന് കണക്കെടുത്തിട്ടുണ്ട്. ഇന്നലെ ദീപ്തി മാഡം വന്നു. ഇന്നലെ ശരിക്കും എയർ ഡിസ്റ്റൻസ് ആണ് നോക്കിയത്. ദീപ്തി മാഡം വന്ന് എയർ ഡിസ്റ്റൻസ് നോക്കിയപ്പോൾ കൃത്യമായിട്ട് ക്ഷേത്രം കഴിഞ്ഞ് ആനയെ നടയിലെത്തുന്നത് ഭഗവതിയുടെ കിഴക്കേ നടയിലാണ്. അത് കഴിഞ്ഞ് ദേവന്റെ കിഴക്കേ നടയുണ്ട്. അത് കഴിഞ്ഞ് അവിടെ തിടപ്പള്ളി ഓഫീസ് ഉണ്ട്. അത് കഴിഞ്ഞ് ഏതാണ്ട് 3/4 ഏക്കറോളം വിശാലമായൊരു കുളമുണ്ട്. അത് കഴിഞ്ഞ് അതിനുശേഷം ഒരു വലിയ പറമ്പുണ്ട്. അതും കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്, ഇവർ മാലപ്പടക്കം പൊട്ടിച്ച സ്ഥലം വരുന്നത്. കൃത്യമായിട്ട് എയർ ഡിസ്റ്റൻസ് നോക്കിയിട്ട് ദീപ്തി മാഡം തന്നെ അന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത് കൃത്യമായി 100 മീറ്ററിനും അപ്പുറത്തുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് ഈ മാലപ്പടക്കം പൊട്ടിയിട്ടുള്ളത്. അതിനു മുമ്പ് നിങ്ങളൊന്നും ശ്രദ്ധിച്ചറിയില്ല, ആ വീഡിയോ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. അതിനു മുമ്പേ ഈ 2 ആന കൃത്യമായിട്ട് അകലം പാലിച്ചുകൊണ്ട്, 2 തിടമ്പ് വെച്ച് അകലം പാലിച്ചുകൊണ്ട് ആ വെടിക്കെട്ട് ശബ്ദം തന്നെയല്ലേ ഈ ആന വിരണ്ടോടാനുണ്ടായ സാഹചര്യം സൃഷ്ടിച്ചത്? അതാണ് നമ്മൾ കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത്. ഞാൻ പറഞ്ഞു തരാം. ആ വെടിക്കെട്ട് പൊട്ടുന്ന സമയത്ത് ആന ശാന്തനായി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. 2 ആനയ്ക്കും ഒരു അസ്വസ്ഥയും ഇല്ല. നോക്കണേ, ഗോകുലൻ എന്ന് പറഞ്ഞ ആനയും പീതാംബരൻ എന്ന് പറഞ്ഞ ആനയുമാണ് തടമ്പേറ്റിയിട്ടുള്ളത്. അവിടെ ശാന്തമായി ഈ ഭഗവതി ഇവിടെ കിഴക്കേ നടയിൽ നിൽക്കുന്നത് കാണാം. അവിടുന്ന് ക്ഷേത്രം ഒരു വലം വെക്കണം. ഒരു ക്ഷേത്രം വലതുഭാഗത്തുകൂടി, അതായത് നമ്മുടെ അതായത് ക്ഷേത്രത്തിന്റെ വലതുഭാഗത്തുകൂടി വലം വെച്ചിട്ടാണ് തൊട്ടടുത്തുള്ള മഹാദേവ ക്ഷേത്രത്തിലേക്ക് താലപ്പൊലി എഴുന്നള്ളത്തിന് പോവേണ്ടത്. നിങ്ങൾ നോക്കൂ, കിഴക്ക് ഭാഗത്ത് ഈ വെടിക്കെട്ട് നടക്കുമ്പോൾ കിഴക്ക് ഭാഗത്ത് ഭഗവതിയുടെ കിഴക്കേ നടയിൽ ആന ശാന്തമായി 2 ആനയിൽ നിൽക്കുന്നത്. പിന്നീട് പുറപ്പെടാണ്. അപ്പോൾ വെടിക്കെട്ട് ചെറിയ മാലപ്പടക്കം പൊട്ടുന്നുണ്ട്. ആ പോകുന്ന സമയത്ത് ദേവന്റെ കിഴക്കേ നടയിലെത്തുന്നു. ഉടനെ ഗോകുലൻ എന്ന് പറഞ്ഞ ആനയെ ആണ് മുൻനിർത്തി വലത്തോട്ട് തിരിച്ചു കൊണ്ടുപോകുന്നത്. ഗോകുലൻ എന്ന ആന മുന്നോട്ട് കയറുന്ന സമയത്താണ് പീതാംബരൻ എന്ന് പറഞ്ഞ ആന എന്ത് ചെയ്ത് ഗോകുലൻ എന്ന ആനയെ കുത്തുന്നത്. നോക്കണം, സാധാരണഗതിയിൽ ഉഗ്രസ്ഫോടനങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആന പേടിച്ചിട്ടാണെങ്കിൽ ആന തിരിഞ്ഞ് വിരണ്ടോടുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഇതല്ല. ഇപ്പൊ നമ്മൾ കേൾക്കുന്നത് പറ്റാനയെ കുത്തുന്ന ഒരു സ്വഭാവം ഈ പീതാംബരൻ എന്നാ പറഞ്ഞ ആനയ്ക്കുണ്ട് എന്ന് പറയുന്ന ഒരു ചർച്ച ഞാൻ വിവിധ ചാനലുകളിൽ അതെ, പീതാംബരൻ ദേവസ്വം ബോർഡിന്റെ ആനയാണ്. ദേവസ്വം ബോർഡിന്റെ ഭാഗത്താണ് പിഴവ് എന്നാണോ താങ്കൾ പറയുന്നത്? അതെ, ഫിറ്റ്നസ് ഉണ്ട്. നമുക്ക് ഫിറ്റ്നസ് അല്ലേ കാണാൻ കഴിയുള്ളൂ. ഫിറ്റ്നസ് ഉണ്ട്. ആനയുമായി ബന്ധപ്പെട്ട ആനയുടെ ഓരോ സ്വഭാവവും ഉണ്ടാവും. ആനയ്ക്ക് വ്യത്യസ്ത സ്വഭാവങ്ങളാണ്. അതെ, അപ്പൊ ഇതിനെ കുറിച്ച് കൂടുതൽ അറിയുന്നവർക്കാണ് ഗുരുവായൂർ ദേവസ്ഥത്തിലാണ് അറിയേണ്ടത്. ഈ ഗുരുവായൂർ ദേവസ്ഥം ഈ ആനയെ എഴുന്നള്ളിക്കാറുണ്ടോ എന്നാണ് നമ്മൾ ഇനി കണ്ടെത്തേണ്ടത്. ഗുരുവായൂർ ദേവസ്ഥത്തിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങൾ, വിവിധ ക്ഷേത്രങ്ങളുണ്ട്. എന്തായാലും ഗുരുവായൂർ ദേവസ്വം നേരത്തെ പ്രതികരിച്ചത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉള്ളതാണ്, അവർ ഇൻഷുറൻസ് അടക്കം എടുത്തിട്ടുള്ളതാണ്, അങ്ങനെ കൃത്യമായി പരിപാലിക്കുന്നുണ്ട് എന്നാണ്. ഇപ്പോൾ ഡോക്ടർ ഗിരിദാസ്